കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും സാധാരണയായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് പപ്പായ. പപ്പായക്ക് മറ്റ് ഫലവൃക്ഷങ്ങളെ പോലെ പ്രത്യേക സീസൺ ഒന്നുമില്ല എന്നത് വലിയൊരു പ്രത്യേകതയാണ്. വിറ്റാമിൻ സി ആണ് പപ്പായയിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ ഫൈബർ, കാൽസ്യം, മഗ്നീഷ്യം, കോപ്പർ എന്നീ ധാതുക്കളും ധാരാളം മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഡെങ്കിപ്പനി കാരണം രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ തോത് കുറഞ്ഞവർക്ക് അത് ഉയർത്താൻ പപ്പായ ഏറെ സഹായിക്കുന്നുണ്ട്. പപ്പായയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഡെങ്കിപ്പനി ഉള്ളവർക്ക് ഉപയോഗിക്കുന്നത്. പപ്പായ കൃഷി ചെയ്യുമ്പോൾ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് തൈകൾ മുളപ്പിക്കാൻ പറ്റിയ സമയമായി കണക്കാക്കുന്നത്. മുളപ്പിച്ച തൈകൾ മാറ്റി നടുമ്പോൾ വേര് പോകാതെ ശ്രദ്ധിക്കണം. ചെടികൾ പൂവിട്ട് തുടങ്ങുമ്പോൾ ചെടികൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം നിർത്തി മറ്റുള്ളവ പറിച്ചു മാറ്റേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ കൃഷിക്ക് യോജിച്ച ഇനങ്ങളാണ് റെഡ് ലേഡി, ഗോൾഡൻ യെല്ലോ, CO1, CO2 എന്നിവയൊക്കെ. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വളപ്രയോഗം നടത്തിയാൽ ഏകദേശം 6 മാസം പ്രായമാകുമ്പോൾ പപ്പായ പൂത്തു തുടങ്ങും. നമ്മുടെ കാലാവസ്ഥയിൽ എല്ലാ കാലത്തും പപ്പായ കായ്ക്കും.